ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവിതം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അറിവും അവബോധവും ജനങ്ങൾക്കുണ്ടാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി. ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല. ഫറൂഖ് നഗരസഭ UDF ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയും സ്വജനപക്ഷപാതിത്വവും ആരോപിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭ മാർച്ച് നടത്തി. ലഹരിക്കും സാമൂഹ്യ വൈകൃതങ്ങൾക്കുമെതിരെ കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നൈറ്റ് മാർച്ച്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജീവിതം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അറിവും അവബോധവും ജനങ്ങൾക്കുണ്ടാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോടഞ്ചേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ചടങ്ങിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിബദ്ധത, നിക്ഷേപം, വാതിൽപ്പടി സേവനം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ക്ഷയരോഗ ദിനാചരണം നടന്നത്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടന്നുവരുന്ന ജില്ലാതല ക്ഷയരോഗ നിർണയ ബോധവൽക്കരണ പരിപാടികളുടെ സമാപനം കൂടിയാണ് കോടഞ്ചേരിയിൽ നടന്നത്. ജില്ലാതല ഉദ്ഘാടനം കോടഞ്ചേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. ജീവിതം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അറിവും അവബോധവും ജനങ്ങൾക്കുണ്ടാകണമെന്ന് അവർ പറഞ്ഞു. TB വിമുക്ത ജില്ലയാക്കി മാറ്റുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. TB വിമുക്തമാക്കി മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 100 ദിന പരിപാടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തി. അതിന്റെ സമാപനം കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് എന്ന്. ക്ഷയരോഗമുക്ത പഞ്ചായത്തായി തെരഞ്ഞെടുത്ത നാദാപുരം പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷയരോഗ നിവാരണ ബോധവൽക്കരണത്തിനായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ റീൽസ് മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണം, തിരുവമ്പാടി റോട്ടറി ക്ലബിനും കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിനും നിക്ഷയ് മിത്ര അവാർഡുകളുടെ വിതരണം, ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലെ മികച്ച സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സ്റ്റെപ്സ് അവാർഡ് വിതരണം എന്നിവയും നടന്നു. TB ചാമ്പ്യനായി തിരഞ്ഞെടുത്ത PV സന്ദീപിനെ പരിപാടിയിൽ ആദരിച്ചു. മികച്ച റീലിനുള്ള സമ്മാനം ലഭിച്ചത് PVS നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ്. മികച്ച സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സ്റ്റെപ്പ് അവാർഡിന് ഇക്ര ആശുപത്രി അർഹരായി. ചടങ്ങിൽ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാതല IEC വിതരണം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് നിർവഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ CK ഷാജി ക്ഷയരോഗദിന പ്രതിജ്ഞ ചൊല്ലി. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. നാദാപുരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നവ്യ J തൈക്കാട്ടിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും വാർത്തകൾ ശിശു സൗഹൃദപരമായി പ്രസിദ്ധീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ മാധ്യമ ഏകദിന ശില്പശാല നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി ACP A ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബുമായി ചേർന്ന് ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. വലിയ ബുദ്ധിമുട്ടാണ് കള്ളക്കേസുകളെ തെളിയിക്കപ്പെടാൻ. എങ്കിലും ഞങ്ങൾ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ഒന്ന് ആലോചിക്കാം, ആ പ്രതിയുടെ സ്ഥാനത്ത് സ്വന്തം അച്ഛനെ മകളെ പീഡിപ്പിച്ച അച്ഛനെ കേൾക്കുമ്പോൾ അല്ലായിരുന്നുവെങ്കിൽ അത് ശരിയല്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എത്രയാണ് എന്ന കാര്യത്തെ പറ്റി പ്രതിയുടെ ഭാഗത്ത് കൂടി നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിലുപരി ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചു, ആ രഹസ്യമായി പറഞ്ഞിട്ട് അച്ഛന്റെ പേര് കൊടുത്താൽ
കഴിഞ്ഞു. ഇന്നാണ് മകളെ പീഡിപ്പിക്കുന്ന പേര് മകളെ പേര് പറയണ്ട. അതുമല്ല, ഇന്ന് കുട്ടികളുടെ സ്കൂളിലെ കുട്ടി, അല്ലെങ്കിൽ ഉന്നത സ്കൂളിലെ കുട്ടി, BM-ലെ കുട്ടി, BM-ലെ 9ാം ക്ലാസ്സിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്താണെന്നറിയോ, നമ്മളൊരു വാർത്ത കൊടുക്കാതെ പിന്നാലെ ചോദിക്കുകയാണ്, സാർ അതെന്താ കുട്ടി ചോദിച്ചു, എന്റെ അടുത്ത് കിട്ടിയ അടുത്താണെന്ന് ചോദിച്ചു. അത് കണ്ടെത്തി കഴിഞ്ഞ സമാധാനമുണ്ട്. പണ്ടത്തെ പാട്ടുള്ള സംസ്കാരം പോയി, അത് കിട്ടിയോ പടക്കടൂല സംസ്കാരം പോയി, അതൊക്കെ ആളുകളെ ഇല്ല. ഇപ്പൊ എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായി. സാമൂഹിക നീതി വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ, മുൻ കാവൽ പ്ലസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് R അപർണ നാരായണൻ എന്നിവർ ബാലനീതി നിയമം, പോക്സോ, ശൈശവ വിവാഹം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ സബീന ബീഗം, പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് LDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ഫറോക്ക് നഗരസഭ UDF ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയും സ്വജന പക്ഷപാതിത്വവും ആരോപിച്ചാണ് LDF നേതാക്കൾ പ്രതിഷേധം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് വിവിധ പദ്ധതികൾക്കായി അനുവദിക്കുന്ന ഫണ്ട് ഫറോക്ക് നഗരസഭ ഭരണ നേതൃത്വം അഴിമതി നടത്തി പദ്ധതി അട്ടിമറിക്കുകയും വിഭാവനം ചെയ്യുന്ന പദ്ധതികളിൽ ഏജൻസികൾ മുഖാന്തരം പർച്ചേസ് നടത്തി കമ്മീഷൻ പറ്റുകയും ചെയ്യുന്നത് പതിവാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് LDF ഫറോക്ക് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് CPIM ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗം C ഷിജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ ഈ നഗരസഭ കേന്ദ്രീകരിച്ചും ഈ നാട് മുഴുവൻ കേന്ദ്രീകരിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന UDF ഭരണസമിതിയുടെ അഴിമതി ശരിവെക്കുന്ന നിലയിലേക്ക് ഇപ്പൊ അവസാനം ഒരു ഉദ്യോഗസ്ഥൻ റിമാൻഡിലാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുക. പ്രതിഷേധ പരിപാടിയിൽ MA ബഷീർ അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ പ്രകാശ് കറുത്തേടത്ത്, ഭക്തവത്സലൻ O, MM മുസ്തഫ, K ഷഫീഖ്, കൌൺസിലർ M സമീഷ്, U സുധർമ്മ, കൌൺസിലർ P ബിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ലഹരിക്കും സാമൂഹ്യ വൈകൃതങ്ങൾക്കുമെതിരെ കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റി. നാട് ഉണരണം ലഹരിക്കെതിരെ എന്ന സന്ദേശത്തോടെ പ്രവർത്തകർ നൈറ്റ് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കും സാമൂഹിക വൈകൃതങ്ങൾക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. NGO ക്വാർട്ടേഴ്സ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ഇരിങ്ങാടം പള്ളി ജംഗ്ഷൻ വരെ യുവാക്കളും സ്ത്രീകളുമടക്കം ധാരാളം പ്രവർത്തകർ മാർച്ചിൽ അണിചേർന്നു. സ്വർണലത, AK അബ്ദുൾ റഷീദ്, മനോജ് MP, AK അബ്ദുൾ കരീം, കിഷോർ PP, അഖിൽ മാനന്താവിൽ, ലത സദാശിവൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാട് ലഹരിയുടെ നാടായി മാറിയിരിക്കുന്നു. കുട്ടികളിലെ സ്കൂൾ അയക്കാൻ പേടിയാണ്, കോളേജിൽ അയക്കാൻ പേടിയാണ്. വിദ്യാർത്ഥി സമൂഹം ലഹരിയുടെ പിടിയിലമർന്നിരിക്കുന്നു. എന്തെല്ലാം വാർത്തകൾ കേൾക്കുന്നു. അമ്മ മകൻ അമ്മയെ കൊല്ലുന്നു, സഹോദരൻ സഹോദരി കൊല്ലുന്നു, അച്ഛൻ മകളെ കൊല്ലുന്നു. 2 ദിവസം മുമ്പാണ് എലത്തൂരിലെ ഒരു അമ്മ മകനെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നത്. പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ അമ്മ പറഞ്ഞ വാക്കുകൾ, ഉത്തമമെന്ന് തോന്നിയ പണി ഞാൻ ചെയ്തു എന്നാണ്. ഒരു മകനെ അല്ലെങ്കിൽ മകളെ താലോലിക്കാൻ മാത്രം മുമ്പുന്ന അമ്മ മനസ്സ് ആ മകനെ പിടിച്ച് പോലീസ് ലഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് ലഹരി മാഫിയ നമ്മുടെ നാടിനെ പിടിമുറുക്കിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ മങ്ങാട് അധ്യക്ഷനായിരുന്നു. സമാപന പൊതുയോഗം വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതായത് DYFI പോലുള്ള SFI പോലുള്ള വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സാമൂഹ്യ പരിവർത്തനത്തിന്റെ മാതൃകാ വാക്താക്കളായി മാറിയ ഈ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ യുവജന സംഘടനകളാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മേഖലയിലും ലഹരി വ്യാപാരത്തിന്
മദ്യത്തിനുപരിയായി മയക്കുമരുന്നിന്റെ വ്യാപാരത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നു എന്ന വേദനാജനകമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനീഷ് കുമാർ PV, KC ശോഭിത, KP നിമേഷ്, മോഹനൻ പുതിയോട്ടിൽ, TK ചന്ദ്രൻ, ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറൂഖ് കോളേജ് രാജാ ഗേറ്റിന് സമീപം ബസ് ബേ വേണമെന്ന് ഫറൂഖ് കോളേജ് ഏരിയ കൂട്ടായ്മ. അങ്ങാടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ ബസ് ബേ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇരുൾ മൂളി കിടക്കുന്ന അഥവാ ഇരുമൂളിപ്പറമ്പ് എന്നറിയുന്ന ആ പറമ്പിനെ ഫറൂഖ് കോളേജ് എന്ന പേരിലേക്ക് മാറ്റിയിട്ട് ഒരു വലിയ സാംസ്കാരിക വിപ്ലവം തന്നെ ഉണ്ടാക്കിയ മഹത്തായ ഒരു സ്ഥാപനം. അന്നത്തെ അതിൻ്റെ മഹാന്മാർ, അതുണ്ടാക്കിയിട്ടുള്ള മഹാന്മാരുടെ കാഴ്ചപ്പാട് വളരെ സന്തോഷമുണ്ടാക്കുന്നതും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു. പക്ഷേ കാലങ്ങൾക്കിപ്പുറം 75 വർഷത്തിനിപ്പുറം നോക്കുമ്പോൾ പിന്നീട് മാറി മാറി വന്ന മാനേജ്മെൻറ്റ് പ്രതിനിധികളിൽ ചിലർക്കൊക്കെ ഏതോ എന്നറിയില്ല, ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, നാട്ടുകാരുടെ മക്കളുടെ വിദ്യാഭ്യാസവും അതേപോലെ ഫറൂഖ് കോളേജിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരും അവിടുത്തെ രാഷ്ട്രീയക്കാരോ സാമൂഹിക സംഘടനാ പ്രവർത്തകരോ ഒക്കെ അവരോട് എന്തെങ്കിലുമൊക്കെ സംഗതി ചോദിക്കുമ്പോൾ അവരതിൽ പ്രോപ്പറായിട്ടുള്ള മറുപടി തരൂല എന്നുള്ളത് ഒന്ന്. ഫറൂഖ് കോളേജ് അങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ രാജാ ഗേറ്റിന് സമീപം ബസ് ബേ സംവിധാനമൊരുക്കാൻ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാകണമെന്ന് ഫറൂഖ് കോളേജ് ഏരിയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ പങ്കാളിത്തത്തോടെ 300ഓളം കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം ലഭിക്കുന്ന ഫറൂഖ് കോളേജ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നും കൂട്ടായ്മ ചെയർമാൻ CP മൻസൂർ, കൺവീനർ അൽതാഫ് പമ്മന, ട്രഷറർ പ്രൊഫസർ N അബ്ദുൽ ഹമീദ് എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ലഹരിയിൽ നിന്നും നാടിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ സദസ്സ് നടത്തി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കോവൂർ യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് VN നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിയിൽ നിന്നും നാടിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ സദസ്സ് നടത്തി. ലഹരി വസ്തുക്കൾക്ക് അടിമയായി നാടും വീടും നരകതുല്യമാക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പള്ളി റോഡിൽ കണ്ണംകുളത്തിന് സമീപം വയോജനങ്ങൾ ഒത്തുകൂടി ലഹരി വിരുദ്ധ സദസ്സ് നടത്തിയത്. അതോടൊപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ കോവൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് VN നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനസംഖ്യയില് 50 ലക്ഷത്തിലേറെ വയോകുമാരന്മാരും വയോകുമാരിമാരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ സ്ത്രീകള് 60% വിധവകളാണ്. 60%. പുരുഷന്മാര് 10%. അതെന്താ അങ്ങനെ? മനോഹരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു. മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MSF മെഡിഫെഡ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ തജ്മ 2025 എന്ന പേരിൽ ഇഫ്താർ സംഗമവും മെഡിക്കൽ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന പരിപാടി MSF സംസ്ഥാന ട്രഷറർ അഷ്ഹർ പെരുമുക്ക് ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ MSFന്റെ
പ്രതിനിധികളായി മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച MSF മെഡിഫെഡ് പ്രതിഭകളും മെഡിക്കൽ വിദ്യാർത്ഥികളുമായ നയീം, ഷഹദ്, മുസമിൽ, സഫ നസ്രീൻ വെള്ളങ്ങൽ, മുഹമ്മദ് അജ്മൽ, ഡോക്ടർ മൻസൂർ, വാജിദ്, സൂഫിയാൻ എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടി MSF സംസ്ഥാന ട്രഷറർ അഷ്ഹർ പെരുമുക്ക് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ മെഡിക്കൽ വിങ് എന്നാണ് പത്രമാധ്യമങ്ങളിലൊക്കെ പറഞ്ഞത്. അപ്പൊ അത്തരം രൂപത്തിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഘടന കൊണ്ട്. ഒരുപക്ഷെ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്ന ആരെയും രാഷ്ട്രീയത്തിൽ കാണാറില്ല. നമ്മളൊക്കെ ഒരു ചിന്തയിൽ പ്രൊഫഷണൽ MBBS രാഷ്ട്രീയത്തിൽ വരാറില്ല. പക്ഷെ അനസ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി ഉണ്ടാകും. അങ്ങനെ പല മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ പോലും പൊതുവെ ഉണ്ടാവില്ല. പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഒപ്പം പോസ്റ്റർ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മളിൽ മുമ്പേ പോസ്റ്റർ ഒട്ടിക്കാൻ രാഷ്ട്രീയത്തിൽ അതൊരു നല്ലൊരു മെസ്സേജാണ്. രാഷ്ട്രീയം നല്ലൊരു മാന്യന്മാരുടെ ഏർപ്പാടാണ്. രാഷ്ട്രീയത്തിൽ അത് രാഷ്ട്രീയം വേണമെന്ന്. മെഡിഫെഡ് സംസ്ഥാന ചെയർമാൻ ഡോക്ടർ അനസ് KP, സംസ്ഥാന ജനറൽ കൺവീനർ ജസീം ബിൻ മുഹമ്മദ്, സംസ്ഥാന ട്രഷറർ ഫൈറൂസ്, അലൈൻ GCC KMCC ഭാരവാഹി അഷറഫ് വെള്ളങ്ങൽ വളാഞ്ചേരി എന്നിവരും മറ്റ് MSF മെഡിഫെഡ് ഭാരവാഹികളും സംസാരിച്ചു. മെമന്റോ ഏറ്റുവാങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലാപ്പറമ്പ് ശ്രീ തറോൽ ഭഗവതി ക്ഷേത്രോത്സവം സമാപിച്ചു. വിവിധ അനുഷ്ഠാന ചടങ്ങുകളും പ്രത്യേക പൂജകളും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. മലാപ്പറമ്പ് ശ്രീ തറോൽ ഭഗവതി ക്ഷേത്രത്തിലെ തിറതാലപ്പൊലി മഹോത്സവം നടന്നു. വിവിധ തിറകൾ, വെള്ളാട്ടുകൾ, അന്നദാനം, താലപ്പൊലി എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണിയും MDC പ്രതിനിധി സംഘവും രാജ്ഭവനിൽ ഗവർണറെ സന്ദർശിച്ചു. കേരളത്തിലെ യാത്രാ ദുരിതം സംഘം ഗവർണറെ ബോധ്യപ്പെടുത്തി. കോഴിക്കോടിനുള്ള ആദരമായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക കവർ C ചാക്കുണ്ണി ഗവർണർക്ക് കൈമാറി. രാജ്ഭവനിൽ MDC പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലെത്തിയ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രതിനിധികളുമായി ഗവർണർ ചർച്ച നടത്തി. സംസ്ഥാന സർക്കാരിനോട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അനുകൂല നിലപാട് സ്വീകരിച്ച ഗവർണറെ പ്രതിനിധി സംഘം നന്ദി അറിയിച്ചു. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരുമായി യോജിച്ച് നടപടി സ്വീകരിച്ചു തുടങ്ങിയതായും മദ്യം, മയക്കുമരുന്ന്, റാഗിംഗ്, വിപത്ത് എന്നിവ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അതിനായുള്ള നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. സാഹിത്യ നഗരം പദവിക്കുള്ള ആദരവായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക കവർ പോസ്റ്റ് ഫോറം സീനിയർ മെമ്പർ കൂടിയായ C ചാക്കുണ്ണിയിൽ നിന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് കോർപ്പറേഷൻ മേഖലാ സമ്മേളനം ചക്കോരത്തുകുളത്ത് നടന്നു. CWRDMലെ ശാസ്ത്രജ്ഞ അനില അലക്സ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 62ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മേഖലാ സമ്മേളനം ചക്കോരത്തുകുളം ഐക്യ കേരള വായനശാല ഹാളിൽ നടന്നു. CWRDMലെ ശാസ്ത്രജ്ഞ അനില അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ തല സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ അവസരത്തിൽ കാലാവസ്ഥാ മാറ്റവും മുന്നറിയിപ്പ് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുന്നതിൽ അധികം സന്തോഷമുണ്ട്. കാർബൺ ന്യൂട്രാലിറ്റി, കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് തുടങ്ങിയ പുതിയ തരത്തിലുള്ള ഏർലി വാർണിംഗ് സിസ്റ്റവും അതിനുള്ള അപകടങ്ങളും അതിന് സിറ്റിസൺ സയൻസിൻ്റെ അല്ലെങ്കിൽ പൗരശാസ്ത്രത്തിന് സഹായത്തോടുകൂടി പരിഗണിക്കാമെന്നുള്ള ക്ലാസ്സിലാണ് ഉദ്ദേശിച്ചത്. അതൊരു പരിധിവരെ ചെയ്യാൻ കഴിയുന്നത് വളരെ സന്തോഷം. കൗൺസിലർ CP സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. N ശാന്തകുമാരി, MK റുബീന, സലീഷ് KP, രമേശ്, ഡോക്ടർ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 5, 6 തീയതികളിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുക. മേഖലയിലെ 19 യൂണിറ്റുകളിൽ നിന്നായി 125ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവിതം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അറിവും അവബോധവും ജനങ്ങൾക്കുണ്ടാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി. ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല. ഫറൂഖ് നഗരസഭ UDF ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയും സ്വജനപക്ഷപാതിത്വവും ആരോപിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭ മാർച്ച് നടത്തി. ലഹരിക്കും സാമൂഹ്യ വൈകൃതങ്ങൾക്കുമെതിരെ കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നൈറ്റ് മാർച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.